ഹലോ ഗൈസ്, SK വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഞങ്ങളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തേങ്ങ ചുട്ടരച്ചൊരു ചമ്മന്തിയാണ്. അത് തയ്യാറാക്കുന്നത് അമ്മച്ചിയാണ്. അതേ അമ്മച്ചി കൈ തേങ്ങയൊക്കെ പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പില്ലാത്ത കാരണം ഒരു ചട്ടിയിടകത്ത് കുറച്ച് കനലൊക്കെ ഇട്ട് ചിരട്ടക്കനലൊക്കെ ഇട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ചുട്ടെടുക്കാൻ പോണത്. അത് ചുട്ടരച്ച് ഒരു ചമ്മന്തിയാക്കി എടുക്കണതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഇങ്ങനെ വലുതായിട്ട് ഇച്ചിരി പുളി എടുക്കണമല്ലോ, ഇച്ചിരി വലുതായിട്ട് എടുക്കും. കനം കുറച്ചിട്ട് വേണം. ഇലയിലാണ് നമ്മൾ ചുടുന്നത്. അപ്പം കനം കുറച്ച് വേണം ഇത് പുളി എടുക്കാൻ. ഇതിങ്ങനെ വട്ടത്തിലേ കൊത്തിയെടുക്കണം. ഇതിൽ ചേർക്കാനുള്ള സാധനമൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഇച്ചിരി കൂടെ തേങ്ങ എടുക്കട്ടെ. നമ്മളിത് ചമ്മന്തി ഇണക്കാനുള്ള തേങ്ങയാണ്, സാധനങ്ങളാണ് ഇരിക്കുന്നത്. അത് തേങ്ങ കൊത്തി എടുത്തതുണ്ട്. പിന്നെ ഉള്ളി, ഇഞ്ചി, ഉണക്കമുളക് ഒരു 7 എണ്ണം, ഒരു ഒരു കല്ലുപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു കുറച്ച് ആവശ്യത്തിനുള്ള കല്ലുപ്പ് നമ്മളിവിടെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ചാണകപ്പുളി, ഒരു തണ്ട് വേപ്പില. ഇത് നമ്മൾ ഇലക്കകത്ത് വെച്ച് ഇല കെട്ടി ആണ് അടപ്പിലായിട്ടിടുന്നത്. ആദ്യം വെക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. അതിൻ്റെ ശേഷം നമ്മളിത് ഉള്ളി വെക്കുന്നു. അതിൻ്റെ കൂടെ ഇഞ്ചിയുണ്ട്, വേപ്പില അതുപോലെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക്. ഇത് നമ്മൾ ഉപ്പും പുളിയും പിന്നീടാണ് നമ്മൾ കല്ലിൽ അരക്കുമ്പോഴാണ് ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇനി ഇത് കെട്ടി വെക്കാൻ പോവുകയാണ്. രണ്ടാമത് ഒരു ഇല കൂടി പൊതിയണം. തീയുടെ അകത്താണ് നമ്മൾ ചുടുന്നത്. കനൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ഇത് മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിടും. ചിരട്ട കത്തിച്ച കനലാണ് ഇരിക്കുന്നത്. അതിൻ്റെ താഴെ മണ്ണുണ്ട്. പിന്നെ ചട്ടിക്കകത്താണ് നമ്മളിത് കുടിച്ച് വെക്കുന്നത്. നമ്മളിത് ഈ കനലിലാണ് ഇത് ചുട്ടെടുത്തത്. അപ്പം ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി ഇതിനെ മാറ്റാം. ഒരു 10 മിനിറ്റ് നേരം മതിയാവും. പിന്നെ വെച്ച് നോക്കാം നമുക്ക് എന്ത് പറ്റുന്നു. കനലിലാണ് വേവിച്ചത്. അപ്പോഴേ മറ്റുള്ള രീതിയിൽ കരിയൊന്നുമില്ല, പൊടിയും കയറിയല്ല. ഇത് വേഗമുള്ളു, കറുത്തിരിക്കുകയൊന്നുമില്ല. ഉണ്ടാ മുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. മുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് എടുത്ത് വെക്കട്ടെ. വാഴയിലുള്ള ഒരു ടേസ്റ്റ് കൂടി കിട്ടും. ഇനി ഇത് നമ്മൾ കല്ല ചമ്മന്തി അരച്ചെടുത്താൽ മതി. കല്ലിലോട്ട് അരച്ചാൽ ഉള്ളിയൊക്കെ കണ്ട വെന്തിരിക്കണം. കണ്ട വേവിച്ചെടുക്കുകയാണ്, കരിച്ച് പുകച്ചെടുക്കുകയല്ല. ഉണ്ടാവും. നേരിട്ടാകുമ്പോൾ ചാരമൊക്കെ പറ്റും. കണ്ട ഇങ്ങനെയാണ് ചുട്ടെടുക്കണ്ട. മിക്സിയിലും അരക്കാം. നമുക്കിപ്പോൾ കല്ലിൽ ചായച്ചെടുക്കാം. കല്ലിൽ അരക്കണതാണ് സ്വാദ്. ഉപ്പ് ലാസ്റ്റാണ് പുളി വെക്കണത്.
നമ്മൾ പുളി വെക്കുകയാണ്. പുളി കൂടെ വെച്ചാണ് അരച്ച് ഉണ്ടായിട്ടെടുക്കണം. റെഡി ആയിരിക്കണം. ചമ്മന്തി റെഡിയായി. എരിവൊക്കെ ഉണ്ടോ? എരിവുണ്ട്, കണക്കിന് പുളി ഉപ്പും ഒക്കെ ഉണ്ട്. തേങ്ങ ചുട്ടുള്ളൊരു ചമ്മന്തിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയത്. ചെയ്ത വിധം എല്ലാവരും കണ്ടല്ലോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.